സെപ്പറേറ്റ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ബിസിനസ് സ്റ്റഡീസിന്റെ സെക്കൻഡ് ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് ഫുൾ തിയറിയാണ്, പാടാണ് എന്നുള്ള രീതിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പവർ പോയിന്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാനായിട്ട് ആവശ്യമുള്ളവർ നോട്ട്സ് എഴുതിയെടുക്കുക. അതായിരിക്കും കൂടുതൽ നല്ലത്. ടെക്സ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാം. സോ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെടുക്കാനുള്ള നമ്മുടെ ഒരു കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കല, അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീനിങ് ഡെഫിനിഷൻ. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. മീനിങ്, ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പം നമുക്ക് ആദ്യം തുടങ്ങാം. മീനിങ് എന്താണ്? മീനിങ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ബ്രോഡ് ആൻഡ് ജനറൽ ഗൈഡ് ലൈൻസ് വിച്ച് ഹെൽപ്പ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു മീനിങ്ങിൽ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കാര്യങ്ങളല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു വൈഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന സിറ്റുവേഷനിൽ ഇന്ന രീതിയിൽ തന്നെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തരുമ്പോൾ മാനേജർ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല നമുക്ക് പ്രിൻസിപ്പിൾസ് തരുന്നത്. പകരം എന്താണ്? ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ജനറലി എങ്ങനെ ആയിരിക്കണം ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് പറയുന്നത്. അപ്പം ഈ ജനറൽ ഗൈഡ് ലൈൻസ് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഫോർ ദ ഹെൽപ്പ് ഓഫ് മാനേജേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗൈഡ് ലൈൻസ്. മാനേജേഴ്സിനെ എങ്ങനെ സഹായിക്കണം? ഇൻ ഡിസിഷൻ മേക്കിംഗ്, അവരെടുക്കുന്ന ഡിസിഷൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. അപ്പം എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ മീനിങ്? Management principles are broad and general guidelines which help managers in decision making. മാനേജേഴ്സിന് അവരുടെ തീരുമാനം എടുക്കാൻ അവരെ സഹായിക്കുന്ന ബ്രോഡ് ആൻഡ് ജനറൽ ഗൈഡ് ലൈൻസ് ആണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. സോ മീനിങ് അത്രയേ ഉള്ളൂ. സിമ്പിൾ, 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. മീനിങ്ങും ഡെഫിനേഷനും മാറിയും തിരിച്ചും ചോദിക്കാറുണ്ട്. സോ മീനിങ് കഴിഞ്ഞ് ഇനി ഡെഫിനേഷനിലേക്ക് പോകാം. ഡെഫിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കോട്ട്സ് അതുപോലെ എഴുതുന്നതാണ് ഡെഫിനിഷൻ. അപ്പോൾ മാക്സിമം അതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കണം, അതുപോലെ തന്നെ എഴുതണം ഡെഫിനിഷൻ. നമ്മളേതായിട്ടുള്ള വാക്കുകളൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല ഡെഫിനിഷനിൽ. അപ്പം ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അപ്പം ഒരുപാട് പേര് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എളുപ്പവും ഇച്ചിരി പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് HG ഹിക്സ് തന്നിട്ടുള്ള ഡെഫിനിഷൻ. അപ്പം എന്താണ് HG ഹിക്സിനെ സംബന്ധിച്ചിടത്തോളം? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ദ ഗൈഡിങ് റൂൾസ് ഓർ ലോസ് ഫോർ മാനേജീരിയൽ ആക്ഷൻ. മാനേജറിൻ്റെ ആക്ഷന് ഗൈഡ് ചെയ്യുന്ന കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മീനിങ്ങുമായിട്ട് ഏകദേശം അതുപോലെയൊക്കെ തന്നെ വരുന്നത് തന്നെയാണ്. ജനറൽ റൂൾസ് ഓർ ലോസ് ഫോർ മാനേജീരിയൽ ആക്ഷൻ, അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം ഡെഫിനേഷനും വലിയ പാടില്ലല്ലോ, രണ്ടും ഓരോരോ ലൈൻ വീതമേ ഉള്ളൂ, സിമ്പിളാണ്, നോക്കിയാൽ മതി. അപ്പം മീനിങ് കഴിഞ്ഞു, ഡെഫിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എല്ലാത്തിനും ഒരു ഉത്തരം തന്നെയാണ്. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു 7 പോയിൻറ്റ്സ് ആണുള്ളത്. അപ്പം നമുക്കിത് 5 മാർക്കിനാണ് സാധാരണ ചോദിച്ചിട്ടുള്ളത്, ഈ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. അപ്പം 5 പോയിൻറ്റ്സ് മിനിമം ഓർത്ത് വെച്ചേക്കുക. 7 പോയിൻറ്റ്സ് നോക്കുക, ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് എഴുതിയാൽ മതി. അപ്പം 7 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. എന്താണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്? വേറൊന്നുമില്ല, ആ വാക്ക് എന്താണോ പറയുന്നത് അത് തന്നെയാണ്. ഇറ്റ് ഈസ് അപ്ലൈഡ് യൂണിവേഴ്സലി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ മാനേജ്മെൻറ്റ് ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുണ്ടാവും മാനേജ്മെൻറ്റ്, നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ് ഉണ്ട്, PTA ഉണ്ട്, അങ്ങനെ കുറേ മാനേജ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു കൊച്ചു ഓർഗനൈസേഷനിലാണെങ്കിൽ, ഒരു ചെറിയ ചായക്കടയിലാണെങ്കിൽ തന്നെ അവിടെ മാനേജ്മെൻ്റ് ഉണ്ട്. എന്നാൽ ഒരു വലിയ ഓർഗനൈസേഷനിൽ പോവുകയാണെങ്കിലും അവിടെയും മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പം എവിടെയൊക്കെ മാനേജ്മെൻ്റ് ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. എവിടെ ചെന്നാലും എവിടെയും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ജനറൽ ഗൈഡ് ലൈൻസ്. നമ്മൾ മീനിങ്ങിൽ കണ്ട ഒരു വാക്കാണിത്, ജനറൽ ഗൈഡ് ലൈൻസ്. അത് തന്നെയാണ് ഇവിടെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞേക്കുന്നത്.
ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് ജനറലി ഒരു മാനേജർ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് അയാളെ ഗൈഡ് ചെയ്യുന്നത് മാത്രമാണ് പ്രിൻസിപ്പിൾസ്. അല്ലാണ്ട് ഇന്നതൊരു സിറ്റുവേഷൻ വന്നാൽ ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഒരു ജനറലി നമുക്കൊരു ഐഡിയ കൊടുക്കുകയാണ്, ജനറലി ഒരു മാനേജർക്ക് ഒരു ഗൈഡ് കൊടുക്കുകയാണ് ഫീച്ചേഴ്സ്. അതാണ് സെക്കൻഡ് പോയിന്റ്, ജനറൽ ഗൈഡ് ലൈൻസ്. ഇനി തേർഡ് വൺ, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഈ ഓരോ പ്രിൻസിപ്പിൾസും പെട്ടെന്നൊരു ദിവസം ഉണ്ടായ കാര്യമല്ല. പകരം പല ആൾക്കാർ ഒരുപാട് നാളെടുത്ത് അവരെ എക്സ്പെരിമെൻ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസിലൂടെ അവരുടെ പ്രാക്ടീസിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചാണ് ഈ ഓരോ പ്രിൻസിപ്പിൾസിലും ഫോം ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ഇവോൾവ്, എവല്യൂഷണറി ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് നാളെടുത്ത് ഇവോൾവ് ആയിട്ട് വന്നതാണ്. ഒരുപാട് ആൾക്കാരുടെ കണ്ടുപിടുത്തങ്ങളും ഒരുപാട് ആൾക്കാരുടെ നിരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് ഈ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് വൺ, ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പം വേറൊന്നുമില്ല, ആ വാക്ക് എന്താണോ പറയുന്നത് അത് തന്നെ, നമുക്കറിയാവുന്ന ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. വളയ്ക്കാം, ഒടിക്കാം, തിരിക്കാം, അത് തന്നെ, വേറൊന്നുമില്ല. അപ്പോൾ പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിന് എന്താണോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച് ഈ പ്രിൻസിപ്പിൾസിനെ ഫ്ലെക്സിബിൾ ആക്കി, അതായത് പ്രിൻസിപ്പിൾസിന് അവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് മാറ്റാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അവകാശം എന്തുണ്ട്, മാനേജേഴ്സിനുണ്ട്. ആരാണോ ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത് അയാൾക്ക് ആ പ്രിൻസിപ്പിൾസിനെ ആ സിറ്റുവേഷനുമായിട്ട് എങ്ങനെ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് മാറ്റാനുള്ള ഒരു അതോറിറ്റി ഉണ്ട്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഫോർത്ത് ഫീച്ചർ, ഫ്ലെക്സിബിൾ. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, മെയിൻലി ബിഹേവിയറൽ. ബിഹേവിയറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വഭാവം. നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണ്, ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പം ഹ്യൂമൻ ബീങ്സ് അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരും അവിടെ അവരെ കൺട്രോൾ ചെയ്യുന്ന മാനേജ്മെൻറ്റിനായാൽ പോലും അതെല്ലാം മനുഷ്യന്മാർ തന്നെയാണ്. അപ്പം മനുഷ്യന്മാർക്ക് ഓരോ സമയം ഓരോ സ്വഭാവമാണ്. അവരെങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്കൊരു പിടുത്തമില്ല. പക്ഷേ ഈ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തേക്കുന്നതും നമ്മുടെ ഇതുപോലുള്ള ഒരുപാട് ഒബ്സർവേഷൻസിനും എക്സ്പെരിമെൻറ്റേഷൻസിനും ശേഷമാണ്. അപ്പം ഏകദേശം എങ്ങനെ അവർ റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ റിയാക്ഷനിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് മാനേജേഴ്സിന് ഒരു ചെറിയ ഇൻസൈറ്റ് കൊടുക്കാൻ ഈ പ്രിൻസിപ്പിൾസിന് സാധിക്കും. അതുകൊണ്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മെയിൻലി ബിഹേവിയറലാണെന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറിനെ ആസ്പദമാക്കിയിട്ടാണ് ഓരോ പ്രിൻസിപ്പിൾസും ഫോം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്കിനി നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അതിനകത്ത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മെയിൻലി ബിഹേവിയറൽ എന്നുള്ള ഈ ഫീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഫിഫ്ത്ത് വൺ, മെയിൻലി ബിഹേവിയറൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് എന്ന് പറഞ്ഞാൽ കാരണം, ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ട്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ് എല്ലാ പ്രിൻസിപ്പിൾസും ഫോം ചെയ്തേക്കുന്നത്. അത് നമുക്ക് പറയാനായിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ആരും പേടിക്കേണ്ട, ഇനി വരുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോസ്, ഒരു പേഴ്സണിന് ഒരു ബോസ്, അങ്ങനെ ഒരു രീതിയാണ്. ഒരാളുടെ കാര്യം മാത്രം കേട്ടാൽ മതി. ഒരു ബോസ് പറയുന്ന കാര്യം മാത്രം കേട്ടാൽ മതി. അയാളിലോട്ട് മാത്രം ആൻസറബിൾ ആണ്. അയാൾക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അല്ലാണ്ട് എല്ലാവരും കൂടെ പറയുന്നത് കേൾക്കാൻ വേണ്ട, എല്ലാവരും പറയുന്നത് ചെയ്യാൻ വേണ്ട. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പം സിംഗിൾ പേഴ്സൺ, സിംഗിൾ ബോസ്. നമ്മുടെ സ്കൂളിലാണെങ്കിൽ തന്നെയും ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. ഓരോ ടീച്ചേഴ്സ് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ തന്നെ കേൾക്കണം. നമ്മളൊരാളും ഒരുപാട് ടീച്ചേഴ്സും. അപ്പോൾ നമുക്ക് തന്നെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. പക്ഷേ ഇങ്ങനെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു എംപ്ലോയിക്ക് ഒരു ബോസാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ റിസൾട്ട് എന്താണ്, ഒരു എംപ്ലോയിക്ക് ഒരു ബോസ്, വൺ ബോസ് എന്നുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതിനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അതായത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഇഫക്റ്റ്. ആ റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, വാട്ട് ഇസ് എ കോസ് ഫോർ ദാറ്റ് ഇഫക്റ്റ്, അവിടുത്തെ ആ സിംഗിൾ ബോസ്. അപ്പം ആ സിംഗിൾ ബോസ്, നോ കൺഫ്യൂഷൻ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു കോസും ആ ഒരു ഇഫക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു പ്രിൻസിപ്പിളിന് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന പ്രിൻസിപ്പിളിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കൺഫ്യൂഷൻ ആൻഡ് അങ്ങനെ ആ ഒരു ഇഫക്റ്റ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ആ റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണം ദ കോസ് ഇസ് സിംഗിൾ ബോസ്. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിളിൻ്റെ റിലേഷൻഷിപ്പ്, കോസ് ആൻഡ് എഫക്റ്റ്. അതുപോലെ ഓരോ പ്രിൻസിപ്പിളും ഫോം ചെയ്തേക്കുന്നത് ഈ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ്. അതാണ് സിക്സ്ത് പോയിന്റ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ആൻഡ് ദ ലാസ്റ്റ് ഫീച്ചർ, കണ്ടിൻജൻറ്റ്. കണ്ടിൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചറായിട്ടും പഠിച്ചതാണ് കണ്ടിൻജൻറ്റ്. ഇവിടെയും പ്രിൻസിപ്പിൾസിനും അതേ മീനിങ് തന്നെയാണ്. കണ്ടിൻജൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് എന്താണോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച്
തീരുമാനങ്ങൾ മാറ്റാനായിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾസ് മാറാനായിട്ട് സാധ്യതയുണ്ട്. അല്ലാണ്ട് എവിടെ പോയാലും ഇങ്ങനെ തന്നെ പോകണം, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതല്ല. ഈ പ്രിൻസിപ്പിൾസ് മാറാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ആ തീരുമാനമെടുക്കുന്ന മാനേജേഴ്സിന് അപ്പോഴത്തെ അവസ്ഥയിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത്, എങ്ങനെയാണോ ഈ പ്രിൻസിപ്പിൾ ശരിയായിട്ടുള്ള രീതിയിൽ ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വെച്ചിട്ട് മാറ്റാനായിട്ട് നമ്മുടെ മാനേജേഴ്സിന് ഉള്ള അതോറിറ്റി ഉണ്ട്. അതാണ് ലാസ്റ്റ് പോയിന്റ്, കണ്ടിജൻറ്റ്. അപ്പം ഫീച്ചേഴ്സിന് 7 പോയിന്റ്, ഫീച്ചേഴ്സ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചോദിച്ചാലും ഈ 7 പോയിൻറ്റ്സ് തന്നെയാണ് വരുന്നത്. അപ്പം ഫീച്ചേഴ്സ് ഓക്കെ അല്ലേ? 7 പോയിൻറ്റ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് പോകുന്നത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. അപ്പം ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും തമ്മിൽ തിരിഞ്ഞു പോകരുത്. രണ്ടും 7 പോയിൻറ്റ്സ് വെച്ചാണ് ഉള്ളത്. തിരിഞ്ഞു പോകാതെ നോക്കണം നിങ്ങൾ. സോ ഇമ്പോർട്ടൻസ് തുടങ്ങാം. ഇമ്പോർട്ടൻസിനകത്ത് നമ്മൾ 7 പോയിൻറ്റ്സ് ആണ്. ഇമ്പോർട്ടൻസ് നമ്മൾ ഒരുപാട് ഉള്ളത് കണക്ക് തോന്നും, പക്ഷേ സിമ്പിളാണ്. നമ്മൾ സ്ഥിരം കേൾക്കുന്നതും കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് മാനേജേഴ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. എന്താണ് മാനേജേഴ്സിന് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യാവസ്ഥ. നമുക്ക് സത്യാവസ്ഥയിലേക്കുള്ള ഒരു കാഴ്ച തുറന്നു കിട്ടും നമുക്ക്. അതായത് മാനേജേഴ്സിന് സത്യം എന്താണെന്നുള്ളത്, അല്ലാണ്ട് ശരിക്കും എന്താണ് ട്രൂത്ത് ഒന്നുമില്ല. മാനേജേഴ്സിന് നമുക്ക് എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ എഫക്റ്റ്, അവരൊരു ഡിസിഷൻ എടുത്താൽ ശരിക്കും അത് എന്താകാൻ സാധ്യതയുണ്ട്, ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫാക്റ്റിലോട്ട് അവരെ എത്തിക്കാൻ ഈ പ്രിൻസിപ്പിൾസ് സാധിക്കും. നമുക്കെല്ലാം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ശരിയാവട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. എന്തെങ്കിലും നശിച്ചു പോകണമെന്നും പറഞ്ഞാൽ നമ്മൾ തീരുമാനം എടുക്കുമോ? ഇല്ല. അപ്പം എപ്പോഴും നമ്മൾ നന്നാവട്ടെ, ഒരു പോസിറ്റീവ് രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ ചിലപ്പം തീരുമാനങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. ബട്ട് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത ഒരു മാനേജേഴ്സ് തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ്സ് മാനേജേഴ്സ് ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി എന്ന് പറയുമ്പോൾ. സെക്കൻഡ് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മളെപ്പോഴും പറഞ്ഞതാണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും കണ്ടതാണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വിത്ത് മിനിമം വേസ്റ്റേജ് കുറച്ച് റിസോഴ്സസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുക. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആണ്, പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും ഒരുപാടാണ്. അപ്പം ഈ കുറച്ച് റിസോഴ്സസ് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കണം. അതുകൊണ്ട് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുവാണെങ്കിൽ മാനേജേഴ്സിന് ഒപ്റ്റിമമായിട്ട്, അതായത് നല്ല രീതിയിൽ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സെക്കൻഡ് പോയിന്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. തേർഡ് വൺ, മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്സ്. നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്മുടെ ബിസിനസ്സിനെ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാറുണ്ട് ഇല്ലേ? നമ്മുടെ സൊസൈറ്റിയിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളത്. അപ്പം ആ സൊസൈറ്റിയിൽ ഫാക്ടേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യും. ലീഗൽ എന്ന് പറയുമ്പോഴത്തേക്കും ലോ ആൻഡ് ഓർഡർ. നമ്മൾ ഒരു ഏത് കൺട്രിയിലാണോ നിൽക്കുന്നത് ആ കൺട്രിയുടെ ലോ ആൻഡ് ഓർഡർ നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ലീഗൽ ഫാക്ടേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഏത് രാഷ്ട്രീയക്കാരാണോ ഇരിക്കുന്നത് അവരുടെ നിലപാടുകൾ എന്താണ്, അതെല്ലാം അനുസരിച്ച് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരുപാട് ഫാക്ടേഴ്സ്, അപ്പോൾ ഒരുപാട് ബിസിനസ് എൻവയോൺമെൻറ്റ് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. അതിനകത്ത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കും. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു തേർഡ് പോയിന്റിന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പം നമ്മുടെ ഓർഗനൈസേഷനെ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും. അപ്പം ഈ ഓരോ ഫാക്ടേഴ്സിനെയും ആവശ്യമനുസരിച്ച് മാനേജേഴ്സ് തീരുമാനം എടുക്കേണ്ടി വരും. അപ്പോൾ ആ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിക്വയർമെൻറ്റ്സിന്, ഈ ഒരു ചേഞ്ചസിനെ കോപ്പപ്പ് ചെയ്തിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് മാനേജേഴ്സ് തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർക്കുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റും. ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ സാധിക്കും. എങ്ങനെ? പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുവാണെങ്കിൽ. ദെയർഫോർ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്സ്. അതാണ് തേർഡ് ഇമ്പോർട്ടൻസ്. ഇനി ഫോർത്ത് വൺ സയൻറ്റിഫിക് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്ഡ് ഓൺ ട്രൂത്ത് ഓർ ഫാക്ട്സ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ സയൻറ്റിഫിക് ആയിരിക്കും. അതായത് നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ശരിയാകുമായിരിക്കാം, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള തീരുമാനങ്ങൾ. അതാണ് ഒരു ടൈപ്പുള്ള തീരുമാനങ്ങൾ. ഒരു ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പീരിയൻസിൽ സാധാരണ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ശരിയാകുന്നത്, അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ശരിയാകുമായിരിക്കാം എന്നുള്ള ഒരു തീരുമാനം. അല്ലാതെ മറ്റേതെന്താണ്? സയൻറ്റിഫിക് ഡിസിഷൻസ്. ഒരു കറക്റ്റ് വേ എന്ന് സയൻറ്റിഫിക്കലി നമ്മൾ പ്രൂവൺ ആയിട്ടുള്ള ഒരു രീതി, അതാണ് സയൻറ്റിഫിക് ഡിസിഷൻസ്. അപ്പം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് സയൻറ്റിഫിക്കലി ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അതായത് ദ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. ദെയർഫോർ സയൻറ്റിഫിക് ഡിസിഷൻ എടുക്കാനായിട്ട് പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫോർത്ത് പോയിന്റ്. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് പോയിന്റ്, ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ പറഞ്ഞു നമ്മുടെ ഓർഗനൈസേഷൻ ഒരു സൊസൈറ്റിയിലായിരിക്കും നിലനിൽക്കുന്നത്. അപ്പം ആ സൊസൈറ്റിയോട് നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ആ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം.
അപ്പം ആ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനായിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്നത് ഈ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും മാനേജേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ബേസ് കിട്ടും, ഒരു നോളജ് കിട്ടും എങ്ങനെ അവർക്ക് സോഷ്യലിയും റെസ്പോൺസിബിൾ ആകാമെന്നുള്ളത്. ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റി, അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ് നമ്മുടെ ഓർഗനൈസേഷൻസ്. അപ്പം പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? ഒരിക്കലുമില്ല. നമുക്ക് ആ സൊസൈറ്റിയിൽ നിലനിൽക്കാൻ പറ്റത്തില്ല ഓർഗനൈസേഷന്. നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫുൾഫിൽ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം മാനേജേഴ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ പ്രിൻസിപ്പിൾസ് സഹായിക്കും. അതാണ് 5th ഇമ്പോർട്ടൻസ്, ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. 6th വൺ, മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഈ 6th പോയിന്റ് എന്ന് പറയുന്നത് മാനേജേഴ്സിന് ഉള്ള ഗുണമാണ്, അല്ലെങ്കിൽ മാനേജേഴ്സിനെ എങ്ങനെ ഈ പ്രിൻസിപ്പിൾസ് ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരാണോ ഡിസിഷൻ എടുക്കുന്ന അവർക്ക്. അപ്പം ഈ മാനേജേഴ്സിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആണ്. ഈ പ്രിൻസിപ്പിൾസ് ആണ് അവരുടെ ബേസ്. ഈ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസ് അവരെ ട്രെയിൻ ചെയ്യും. എങ്ങനെ ട്രെയിൻ ചെയ്യും? നല്ല രീതിയിൽ എങ്ങനെ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിന് ഈ പ്രിൻസിപ്പിൾസ് മാനേജ്മെൻറ്റിനെ ട്രെയിൻ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ പ്രിൻസിപ്പിൾസ് സാധിക്കും. നല്ല നോളജബിളും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഹെഡാണ് ഒരു ഓർഗനൈസേഷന് കിട്ടിയേക്കുന്നതെങ്കിൽ അയാൾ കൂടുതൽ റിസർച്ച് നടത്തും, അതായത് കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് അയാൾ നടത്തും, ഇനിയും എങ്ങനെ ഇതിനെ നന്നാക്കാം എന്നുള്ളത്. അപ്പം ഈ പ്രിൻസിപ്പിൾസ് അയാൾക്ക് അറിയാമെങ്കിൽ ഇനിയും എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള എക്സ്പെരിമെൻറ്റേഷൻസ് അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ആ മാനേജർക്ക് ആ ഓർഗനൈസേഷനിൽ നടത്താൻ സാധിക്കും. അതാണ് നമ്മുടെ 6th പോയിന്റ്, മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള 7 പോയിന്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് 7th വൺ, ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ മീനിങ് നമ്മൾ പറഞ്ഞു. എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഗൈഡ് ലൈൻസ്. അപ്പം അവരെടുക്കുന്ന ഡിസിഷൻസ് നല്ല രീതിയിൽ ആയി വരണം എന്നുള്ളതിൻ്റെ ഒരു ബേസാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം ഇഫക്റ്റീവായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്താനായിട്ട് നല്ല രീതിയിൽ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ സഹായിക്കും. അതാണ് നമ്മുടെ 7th പോയിന്റ്, ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഇഫക്റ്റീവ് എന്ന വാക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ്. എന്താണ് ഇഫക്റ്റീവ്? മീറ്റിംഗ് ദ ഗോൾസ്. നമ്മുടെ ഗോൾ എന്താണ്? ഓർഗനൈസേഷൻ്റെ പ്രോസ്പെക്റ്റീവായിട്ട് എടുക്കുന്ന ഡിസിഷൻസ്, ആ ഡിസിഷൻസ് എല്ലാം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം ഇമ്പോർട്ടൻസിൻ്റെ 7 പോയിൻറ്റ്സുമായി, ഇമ്പോർട്ടൻസ് 7 പോയിൻറ്റ്സ് ഉണ്ട്, നേച്ചർ 7 പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മളിന്ന് മീനിങ്ങും ഡെഫിനേഷനും കൂടെ നോക്കി. അപ്പം ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ 2nd ചാപ്റ്ററിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് എന്ന് പറഞ്ഞാൽ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.